ബിസ്മില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. ഇന്ന് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. വളരെയേറെ പ്രാധാന്യം കൊടുക്കേണ്ട, വളരെ വ്യക്തമായി മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യമാണ്. അതായത് ഇന്ന് ഈ ഫിത്നകൾ പടർന്ന കാലത്ത് അള്ളാഹിൻ്റെ ദീനിൽ നിന്ന് നാം തെറ്റിപ്പോകാതെ, വഴിപിഴച്ചു പോകാതെ, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിക്കൊണ്ട് മരിച്ചു പോകാതിരിക്കാൻ വലിയ രീതിയിൽ തന്നെ മുറുകെ പിടിക്കേണ്ട ഒരു വിഷയത്തെക്കുറിച്ച് ഇൻഷാ അല്ലാഹ് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. തെറ്റുകുറ്റങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ, കാര്യങ്ങൾ അള്ളാഹു എളുപ്പമാക്കി തരട്ടെ, ആമീൻ. അപ്പോൾ അതിനു മുമ്പ് ഖുർആനിൽ ഒരു ആയത്ത്, സൂറത്ത് നിസായിൽ 140 ആയത്ത്, അത് വ്യക്തമായി പഠിക്കേണ്ട വിഷയമാണ്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ തഫ്സീർ ഡീപ്പായിക്കൊണ്ട് നിങ്ങൾ പഠിക്കണം, വായിക്കണം, അത് മനസ്സിലാക്കാൻ ശ്രമിക്കണം. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് ഉൾക്കാമ്പോടുകൂടി മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇൻഷാ അല്ലാഹ് വായിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വഖദ് നസ്സല അലൈക്കും ഫിൽ കിതാബി അൻ ഇദാ സമിഅതും ആയാത്തില്ലാഹി യുക്ഫറു ബിഹാ വയുസ്തഹ്സഉ ബിഹാ ഫലാ തഖഉദു മഅഹും ഹത്താ യഖൂലു ഫീ ഹദീസിൻ ഗൈരിഹി ഇന്നകും ഇദൻ മിസ്ലുഹും ഇന്നല്ലാഹ ജാമിഉൽ മുനാഫിഖീന വൽ കാഫിരീന ഫീ ജഹന്നമ ജമീഅ. ഇതിനർത്ഥം, അള്ളാഹുവിൻ്റെ വചനങ്ങൾ നിഷേധിക്കപ്പെടുന്നതും പരിഹസിക്കപ്പെടുന്നതും നിങ്ങൾ കേട്ടാൽ അത്തരക്കാർ മറ്റു പല വർത്തമാനത്തിനും പ്രവേശിക്കുന്നതുവരെ നിങ്ങൾ അവരോടൊപ്പം ഇരിക്കരുതെന്നും അങ്ങനെ ഇരിക്കുന്ന പക്ഷം നിങ്ങളും അവരെ പോലെ തന്നെ ആയിരിക്കുമെന്നും ഈ ഗ്രന്ഥത്തിൽ അള്ളാഹു നിങ്ങൾക്ക് അവതരിപ്പിച്ച് തന്നിട്ടുണ്ട്. കപട വിശ്വാസികളെയും അവിശ്വാസികളെയും ഒന്നിച്ച് അള്ളാഹു നരകത്തിൽ ഒരുമിച്ച് കൂട്ടുക തന്നെ ചെയ്യും. സഹോദരങ്ങൾ, ഇതിൽ അള്ളാഹുവിൻ്റെ വചനങ്ങൾ നിഷേധിക്കപ്പെടുക, പരിഹസിക്കപ്പെടുക തുടങ്ങിയ സദസ്സുകളിൽ അങ്ങനെ കേൾക്കുമ്പോൾ അതിനൊക്കെ കേട്ടുകൊണ്ടിരിക്കാതെ, അല്ലെങ്കിൽ അവിടെ ഇരിക്കാതെ അവിടെ നിന്ന് മാറി നിൽക്കണം എന്നത് നമ്മുടെ മേൽ നിയമമാക്കപ്പെട്ടിട്ടുണ്ട്. നമ്മളതിന് മനസ്സുകൊണ്ട് വെറുത്തിട്ട് അവിടെ നിൽക്കാനും പാടില്ല. മനസ്സുകൊണ്ട് വെറുപ്പുണ്ടെങ്കിൽ അവിടെ നിന്ന് മാറി നിൽക്കണം എന്നതാണ് നമുക്ക് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം. ഇതിൽ നിന്ന് കൂടുതൽ ഡീപ്പായി നമുക്ക് പഠിക്കാനുണ്ട്. അള്ളാഹിൻ്റെ ആയത്തുകൾ ദൃഷ്ടാന്തങ്ങളാണ്. ചെറിയ ഒരായത്താണെങ്കിൽ പോലും അതിൽ വലിയ രീതിയിലുള്ള വിശദീകരണങ്ങളുണ്ടാകും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്ന് സംസാരിക്കേണ്ട വിഷയം, നമ്മുടെ ഖൽബ് തെറ്റിപ്പോകാൻ ഒരു ചാൻസുള്ള വലിയൊരു വിഷയമാണ് പിഴച്ച ആളുകളുടെ കേൾക്കുക, വഴിപിഴച്ച ആളുകളുടെ, മുർത്തദ്ദുകളുടെ, കുഫാറുകളുടെ ക്ലാസ്സുകൾ കേൾക്കുക, അല്ലെങ്കിൽ അള്ളാഹിൻ്റെ ദീനിനെ പരിഹസിക്കുന്ന യുക്തിവാദികളെന്ന് വിളിക്കപ്പെടുന്ന യുക്തി ഇല്ലാത്ത ആളുകളുടെ ക്ലാസ്സുകൾ, അവരോടൊപ്പം ഡിബേറ്റ് നടത്തുക, തർക്കവിതർക്കങ്ങൾ ഏർപ്പെടുക തുടങ്ങിയ വിഷയങ്ങൾ നമ്മുടെ ഖൽബ് തിരിഞ്ഞു പോകാൻ വലിയ സാധ്യതയുള്ള വിഷയമാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത്, ഇന്ന് ദീനിനെ പരിഹസിക്കുന്ന പരിഹാസികൾ അവർ ഇതിനു മുമ്പ് ഒരുപക്ഷെ നമ്മളെക്കാൾ ശക്തമായി ദീൻ മുറുകെ പിടിച്ചിട്ടുള്ള ആളുകളായിരിക്കും. യാതൊരു സംശയം ഉണ്ടാവില്ല. പല ആളുകളുടെ സംസാരം കേട്ടാൽ മനസ്സിലാവും, ഞാൻ രാത്രി നിസ്കാരമുള്ള ആളായിരുന്നു, ഞാനിപ്പോൾ ഇങ്ങനെ ആയതാണ്. അങ്ങനെ എന്താണ് അതുകൊണ്ട് കാരണം? എന്തുകൊണ്ടാണ് ഇവർ ഇങ്ങനെ തെറ്റിപ്പോകാൻ കാരണം? അത് അവരുടെ ഉൽമ കൊണ്ട് തന്നെ, അവർ സ്വന്തത്തോട് ചെയ്ത അക്രമങ്ങൾ കൊണ്ട് തന്നെ. അള്ളാഹു ആരോട് അനീതി കാണിക്കില്ല. പക്ഷേ ഒരു കാരണം എന്ന നിലയ്ക്ക് ഇവർ പറയും, ഞങ്ങൾ ഇന്ന ആളുടെ കേട്ടിട്ടുണ്ടായിരുന്നു, ഇന്ന ആളുടെ നീ ഇന്ന് കേൾക്ക്, നിനക്ക് മനസ്സിലാകും. നമ്മൾ മനസ്സിലാക്കണം, ഇങ്ങനെ ആളുകളെ കേട്ടിട്ടാണ് അവർ പിഴച്ചതെങ്കിൽ നമ്മൾ എന്ത് അറിഞ്ഞിട്ടാണ് ഇതുപോലുള്ള ആളുകളെ കേൾക്കുന്നത്? ചില ആളുകൾ സംസാരിക്കുകയാണ്, നമ്മൾ മുസ്ലിമുകളിൽപ്പെട്ട തൗഹീദുള്ള സുന്നത്തുള്ള ആളുകൾ, അവർ സുന്നത്തിന് ഇഷ്ടപ്പെടുന്ന ആളുകൾ, അവർ പറയുകയാണ് ഞങ്ങൾക്ക് ഈമാൻ വർദ്ധിക്കുകയാണ് അവൻ്റെ സംസാരം കേൾക്കുമ്പോൾ. അവർ പറയുന്നത് ബാത്തിലാണ്, യാതൊരു സംശയമില്ല. അപ്പോൾ അവർ വഴിപിഴച്ച വാദങ്ങൾ പറയുമ്പോൾ, അള്ളാഹുവിൻ്റെ ഖുർആനും സുന്നത്തിന് ഇത്രയും ബാലിശമായ വാദങ്ങൾ പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് ഈമാൻ വർദ്ധിക്കുകയാണ് അവരുടെ മണ്ടത്തരം കേട്ടിട്ട് എന്നാണ് അവർ പറയുക. സഹോദരങ്ങളെ, നമ്മുടെ ഖൽബ് തിരിയും. തമാശക്കളിയല്ല, നമ്മുടെ ദീൻ വെച്ചിട്ടാണ് നമ്മൾ കളിക്കുന്നത്. നമ്മുടെ ദീൻ വെച്ച് നമ്മൾ കളിക്കരുത്. യുക്തിവാദികളായിക്കോട്ടെ, മറ്റേത് ദീനിൻ്റെ പിഴവ് സംസാരിക്കുന്ന ആളുകളായിക്കോട്ടെ, മുബ്തദികളായിക്കോട്ടെ, അതായത് സൂഫികളായിക്കോട്ടെ, ഷീഇകളായിക്കോട്ടെ, അല്ലെങ്കിൽ മുഅ്തസിലിയാക്കളായിക്കോട്ടെ, അല്ലെങ്കിൽ ജഹ്മിയാക്കളായിക്കോട്ടെ, ഇവൻ്റെയൊക്കെ ക്ലാസ്സുകൾ കേൾക്കാൻ പോവുക എന്നുള്ളത് നമ്മുടെ ഖൽബ് തിരിഞ്ഞു പോകും. എന്താണ് അവൻ്റെ അജണ്ട? അവർക്കൊരു അജണ്ട ഉണ്ട്. ആ അജണ്ട അനുസരിച്ചിട്ടാണ് അവർ നമ്മുടെ ക്ലാസ് എടുക്കുന്നതും നമുക്ക് പഠിപ്പിക്കുന്നതും നമ്മുടെ തർക്കവിതർക്കത്തിന് പോകുന്നതും. ഈ വിഷയമായി ഡീപ്പായി ഇൻഷാ അല്ലാഹ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഇസ്ലാം വിരുദ്ധരായ ആളുകളുടെ കേൾക്കൽ, അത് നമ്മുടെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ അഖീദയല്ല. അഹ്ലുസുന്നത്ത് വൽ ജമാഅ ഏതെങ്കിലും സംഘടനയോ ഏതെങ്കിലും ഗ്രൂപ്പുകളോ അങ്ങനെ എന്തെങ്കിലും വാദിക്കുമ്പോൾ തന്നെ അത് അഹ്ലുസുന്നയായി മാറുന്നില്ല. അഹ്ലുസുന്ന എന്ന് പറഞ്ഞത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് മാർഗ്ഗത്തിലാണ്, സ്വഹാബകൾ ഏത് മാർഗ്ഗത്തിലാണ്, ആ മാർഗ്ഗത്തിലാണ് ശരിയായ അഹ്ലുസുന്നത്ത് വൽ ജമാഅ എന്ന് അറിയുന്നത്. അപ്പോൾ ഇത് സംഘടനയായിട്ട് കാണണ്ട, ഒരു സംഘടനയായിട്ട് ബന്ധമില്ല നമുക്ക്. അപ്പോൾ ഇസ്ലാം വിരുദ്ധരായ ആളുകളുടെ കേൾക്കുക, അവർക്ക് ഡിബേറ്റ് നടത്തി അവർക്ക് മറുപടി പറയാൻ പോകുക. അവർക്ക് മറുപടി പറയേണ്ടത്
അഹ്ലുൽ ഇൽമിൽപ്പെട്ട ഇൽമുള്ള ഉലമാക്കൾ പറയണം. അല്ലാതെ അറബി ഭാഷ അറിയില്ല, അഖീദ അറിയില്ല, ദീനിൻ്റെ നേരവണ്ണം കേട്ടിട്ടില്ല, യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലും മാത്രം കേട്ടിട്ട് അള്ളാൻ്റെ ഹിദായത്ത് കിട്ടിയ ആളുകളുണ്ടാവും. അള്ളാൻ്റെ ഹിദായത്ത് കിട്ടിയവരെ കളിയാക്കല്ല. പക്ഷേ അതുകൊണ്ട് ദീനിനെ സംരക്ഷിക്കാനാവേണ്ടി നിങ്ങൾ ഇറങ്ങിത്തിരിക്കരുത്. നിങ്ങളുടെ കൽബ് തിരിഞ്ഞു പോകും, ശുബഹത്ത് കയറും, ആശയക്കുഴപ്പം കയറും, യാതൊരു സംശയവുമില്ല. ആശയക്കുഴപ്പം കയറുക എന്ന് പറഞ്ഞാൽ അതിശക്തമായ രീതിയിൽ കൽബിന്ന് തെറ്റിപ്പോകുന്ന രീതിയിൽ, കൽബിന്ന് അത് മാറി കിട്ടാത്ത രീതിയിൽ ഒരു മുറിവ് വെച്ച് നടക്കുന്ന പോലെ അവൻ നടക്കേണ്ടി വരും. അതുകൊണ്ട് ഉലമാക്കൾ ശക്തമായി ഇതിനെ എതിർത്തിട്ടുണ്ട്. പിഴച്ച പാവമായ ആളുകൾ അവരുടെ കേൾക്കുക, അവരുടെ ക്ലാസ്സുകൾ കേൾക്കുക, അവരുടെ ഫസ്റ്റ് ബെഞ്ചിപ്പോൾ തന്നെ പോയിരിക്കുക. അല്ലേ, ദീനിൻ്റെ സ്നേഹമുണ്ട്. അതുകൊണ്ട് അവൻ്റെ പിഴച്ച വാദത്തു നിന്ന് അവനെ രക്ഷിക്കാൻ വേണ്ടി പോകുകയാണ് വേണ്ടി ഒരു യുക്തിവാദിയായിട്ട് തർക്കിക്കാനോ അല്ലെങ്കിൽ അവനുമായി വാദപ്രതിവാദം നടത്താനോ നമ്മളായിട്ടില്ല. നമ്മളതിൽ നിൽക്കാനും നിൽക്കരുത്. കാരണം നമ്മുടെ കൽബ് ലൈഫാണ്. ഉലമാക്കൾ പഠിപ്പിച്ച കാര്യമാണ്. നമ്മുടെ കൽബ് ദുർബലമാണ്. നമ്മുടെ കൽബിലേക്ക് പല വാദങ്ങളും കയറിക്കഴിഞ്ഞാൽ നിസ്സാരമായ കാര്യമായിരിക്കും, നിസ്സാരമായ വാദമായിരിക്കും. കൽബുണ്ട് കയറിക്കഴിഞ്ഞാൽ മക്കളെ ഇറക്കി വിടാൻ പറ്റൂല. അങ്ങനെയാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഇതിൻ്റെ വിശദീകരണം പറയുക. ഇത് വിശദമായി പഠിക്കേണ്ട വിഷയമാണ്. കാരണം നമ്മുടെ ജീവിതത്തിൽ അമലാക്കേണ്ട വിഷയമാണ്. വെറുതെ കേട്ടുപോകലല്ല, നമ്മൾ പ്രവർത്തിക്കണം. നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകളാണ്. പിഴച്ച ആളുകളോട് വാദപ്രതിവാദം നിർത്തരുത്. അതിനകത്ത് ദാവ ചെയ്യേണ്ടെന്നല്ല. ദാവയും തർക്കവിതർക്കങ്ങളും വേറെയാണ്, രണ്ടായി കാണണം. തർക്കത്തിലൂടെ ദീൻ പഠിക്കുക എന്നുള്ളത് സലഫുകളുടെ മൻഹജല്ല. അസ്ഹാബുകളുടെ മൻഹജ് പിഴച്ച ആളുകൾ വന്നു കഴിഞ്ഞാൽ അവർ മണ്ണ് വാരി എറിയലാണ്, അല്ലാണ്ട് അവിടുന്ന് ഓടലാണ്, അവിടുന്ന് മാറി നിൽക്കലാണ്. പേടിച്ചിട്ടാണോ? അതെ, നമ്മുടെ ദീൻ നമ്മളിന്ന് പോകുമെന്ന് പേടിച്ചിട്ടാണ്, അല്ലാതെ വേറൊന്നുമില്ല. യഥാർത്ഥ ധൈര്യം എന്താ? അവരിൽ നിന്ന് മാറി നിൽക്കലാണ്. അത് അവരോടുള്ള വ്യക്തിപരമായ ഭയം കൊണ്ടല്ല, അള്ളാൻ്റെ ദീൻ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള ഭയം. സഹോദരങ്ങൾ, നമ്മളവർ ഇഗ്നോർ ചെയ്യുകയാണെങ്കിൽ അവരുടെ പവർ ഇല്ലാതാകും. അവരുടെ പവർ അങ്ങോട്ട് ഇല്ലാണ്ടാകും. നമ്മളെ ഡിബേറ്റ് ചെയ്തിട്ട് നമ്മളെ തർക്കിച്ചിട്ട് അവരുടെ വിചാരം അവർ തർക്കിച്ചുകൊണ്ട് അവരുടെ അഖീദ നമ്മുടെ കൽബിലേക്ക് കയറ്റാനാണ് നോക്കുന്നത്. നമ്മൾ അവരൊന്നും ഇഗ്നോർ ചെയ്യണം. അവരെന്ത് മെസ്സേജ് അയച്ചാലും, എന്ത് ചാറ്റിങ് നടത്തിയാലും, എന്ത് ഡിബേറ്റിന് വിളിച്ചാലും ഒരു മറുപടിയും കൊടുക്കാണ്ടിരിക്കുമ്പോൾ അവർ തന്നെ താഴ്ന്നു പോയിക്കോളും. നമ്മൾ ഈ ദുനിയാവിനെ നന്നാക്കാൻ നടക്കാൻ നമ്മുടെ ദീൻ നഷ്ടപ്പെട്ടിട്ടല്ല. നമ്മുടെ സ്വന്തത്തെ മെഴുകുതിരി പോലെ കത്തിച്ചുരുക്കിയിട്ടല്ല നമ്മൾ മറ്റുള്ളവരെ നന്നാക്കാൻ പോവുക. സ്വന്തം ദീനിനെ മുറുകെ പിടിച്ച് സ്വർഗ്ഗത്തിൽ രക്ഷപ്പെടാൻ നോക്കുക, സ്വർഗ്ഗത്തിൽ എത്തിപ്പെടാൻ ജീവിത വിജയം കൈവരിക്കാൻ നോക്കുക. അല്ലാതെ ഇതിനപ്പുറം നമ്മൾ വലിയ രീതിയിൽ അങ്ങോട്ട് അവരിനെ നന്നാക്കണം എന്ന നിലയ്ക്ക് നമ്മുടെ ദീന് അങ്ങോട്ട് ബലിയാടായി കൊടുക്കല്ല. അത് വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഈ മാമിയങ്ങൾ വിശദീകരിച്ചിട്ട വിഷയമാണ്. ഇവരുമായി ഡിബേറ്റ് നടത്തുക, വാദപ്രതിവാദം നടക്കുക, തർക്കകുതർക്കങ്ങൾ ഏർപ്പെടുക, അവൻ്റെ ദീനിനെ അപകടത്തിലാക്കും. ഇത് വെറുതെ പറയുന്നതല്ല. ഇതിൻ്റെ ഇൻഷാ അല്ലാഹ് വിശദീകരിച്ച് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇത് പറയുമ്പോൾ ഒരു ദുർബലതയായിട്ടോ ഭയമായിട്ടോ ഒന്നുമല്ല കാണേണ്ടി. ബുദ്ധിപരമായി കൊണ്ട് ജീവിക്കാൻ ശ്രമിക്കുക. അത്രയും നമ്മൾ പറയുന്നുള്ളൂ. അത് സഹോദരിമാരായിക്കോട്ടെ, ആളുകളായിക്കോട്ടെ, ആരും യുക്തിവാദികളോട് തർക്കിക്കാനോ അല്ലെങ്കിൽ പിഴച്ചുപോയ ആളുകളോടൊപ്പം പ്രതിവാദത്തിന് പോകരുത്. നമ്മുടെ ദീനല്ലത്, നമ്മുടെ മൻഹജല്ല അത്. നമ്മുടെ അഖീദ സ്ട്രോങ് ആയി പഠിക്കാൻ ശ്രമിക്കുക. നമുക്ക് ദീൻ പഠിക്കാൻ താല്പര്യമില്ല, നമുക്കിങ്ങനെ ഡിബേറ്റ് നടത്തണം, ഭയങ്കര ദഅവത്ത് നടത്തണം. പക്ഷേ ദീനാച്ചാൽ ഇൽമുമില്ല, ഒന്നുമില്ല, അമലുമില്ല. വെറുതെ നാവ് കൊണ്ട് സംസാരിച്ചുകൊണ്ട് ഒരു പ്രാധാന്യമില്ല. നമുക്ക് 1-2 ദിവസത്തിനോ 1-2 മാസത്തിനോ അല്ല ദീന്, കേവലം വർഷങ്ങൾക്കല്ല, മരണം വരെ നമ്മുടെ കയ്യിൽ ഉണ്ടാവേണ്ടതാണ് ഈ ദീന്. അതുകൊണ്ടാണ് ഈ വിഷയങ്ങൾ ഇത്ര ശക്തമായി പറയുന്നത്. വ്യക്തിപരമായി തന്നെ എനിക്കറിയാം, സംസാരിക്കുന്ന ഒരു വ്യക്തി കുറേ മുമ്പ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിനാണ് ഈ പാഠങ്ങൾ അൽഹംദുലില്ലാഹ് നമുക്ക് മനസ്സിലാവാൻ, അതിന്ന് ഇതേപോലെ സംഭവിച്ചതുകൊണ്ട് ഒരു വ്യക്തി എന്ന നിലയ്ക്ക് പറയുകയാണ്. സംസാരിക്കുക എന്നൊരു വ്യക്തി, ഒരു യുക്തിവാദി, അള്ളാഹിനെയും റസൂലിനെയും യാതൊരു പരിഹസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി, അവനുമായി സംസാരിച്ചപ്പോൾ അവൻ രാത്രി നിസ്കാരമൊക്കെ ഉണ്ടായിരുന്നതൊക്കെ അവൻ പറഞ്ഞത്. അപ്പോൾ അവൻ പച്ചയ്ക്ക് നിഷേധിക്കാൻ തുടങ്ങി, യാതൊരു മടിയില്ലാതെ എന്തൊക്കെ അള്ളാഹുവിനെയും റസൂലിനെതിരെയും പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നമുക്ക് ദേഷ്യം വരും. നമുക്ക് എന്തിനാ ഈ ദേഷ്യം വരാൻ? അവൻ്റെ കേട്ടുകൊണ്ടിരിക്കണേ. അത് കുഫറിന് സഹായം ചെയ്യലല്ലേ? കുഫറിന് സഹായം ചെയ്തിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കല. ഇന്നൊക്കെ യൂട്യൂബിൽ പിഴച്ചു പോയ മുർത്തദ്ദുകളുടെ ക്ലാസ്സുകൾ ഇങ്ങനെ കേൾക്കുക. അവൻ്റെ ക്ലാസ് കേട്ടാൽ നിൻ്റെ കൽബ് തിരിയും. അവനൊന്നും ആവില്ല. അവൻ നിൻ്റെ ക്ലാസ് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഓരോന്നിടുന്നത്. നീ വിമർശിക്കുമ്പോൾ, നീ കമൻ്റ് ഇടുമ്പോൾ, നീ അവൻ്റെ വ്യൂസ് കൂടുതൽ ടൈം കാണുമ്പോൾ ഒക്കെ അവൻ്റെ ഈ വീഡിയോ പ്രൊമോഷൻ ആവുകയാണ്. അവനക്കതാണ് വേണ്ടത്, അല്ലാണ്ട് നീ നന്നാവലല്ല. നിൻ്റെ കൽബ് തെറ്റിപ്പോകും, യാതൊരു സംശയമില്ല. അതുകൊണ്ട് എൻ്റെ സഹോദരന്മാർ അങ്ങനെയുള്ള ക്ലാസ്സുകൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് പിഴച്ചവരുണ്ട്. അവർ അരി വാങ്ങുന്നതിന് ഇസ്ലാമിനെ കുറ്റം പറഞ്ഞിട്ടാണ്. കാരണം മറ്റു മതങ്ങൾ അവർ കുറ്റം പറയും. കാരണം ഇതിന് ഒരു പേര് വേണ്ട, യുക്തിവാദി എന്ന പേര്. പക്ഷേ അവൻ്റെ യഥാർത്ഥ ലക്ഷ്യം ഇസ്ലാമിനെ തകർക്കലാണ്. അതുകൊണ്ടാണ് അവർ അരി വാങ്ങുന്നത്. അതുകൊണ്ട് ഇവരെ നിർത്തൂല സഹോദരങ്ങളെ. നമ്മൾ നമ്മുടെ ദീൻ പഠിച്ച് ഒതുങ്ങിക്കൂടി ഫിത്നകളിൽ നിന്ന് രക്ഷപ്പെട്ട് നിൽക്കാൻ ശ്രമിക്കണം. നമുക്ക് കാണാം സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ എല്ലാവരെയും കേൾക്കണം, എല്ലാ ആളുകളിൽ നിന്നും കേട്ട് നല്ലത് മാത്രം എടുക്കണം. സാധാരണ നമ്മുടെ നിലപാടല്ല. എല്ലാവരെയും കേൾക്കാൻ എല്ലാവരുടെയും കേൾക്കലല്ല നമ്മുടെ നിലപാട്.
സലഫ് സ്വാലിഹ്യങ്ങളൊക്കെ കേൾക്കേണ്ട ആളുകളുടെ മാത്രമേ കേട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഇവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസുണ്ട്. നമുക്ക് അബൂദാവൂദ് റഹിമഹുല്ലാ ഉദ്ധരിച്ച മസീഹ് ദജ്ജാലിൻ്റെ ബന്ധപ്പെട്ടൊരു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ, ഒരാൾ മസീഹ് ദജ്ജാലിനെ കുറിച്ച് കേട്ടാൽ അവനിൽ നിന്ന് അകന്നു നിൽക്കണം എന്നാണ്. ഒരു മുഅ്മിനി ഞാൻ മുഅ്മിനാണെന്ന് പറഞ്ഞിട്ട് മസീഹ് ദജ്ജാലിൻ്റെ അടുത്തേക്ക് പോകും. അങ്ങനെ അവൻ്റെ ഒരു ശുബഹത്തും സിഹിറിലും പെട്ടിട്ട് മസീഹ് ദജ്ജാലിൻ്റെ ആളായിട്ട് മാറും. ആര്? ഈ മുഅ്മിൻ എന്ന് പറഞ്ഞ വ്യക്തി. അവനെ പിൻപറ്റാൻ തുടങ്ങും. അതുകൊണ്ട് മസീഹ് ദജ്ജാലിനെ കേട്ടാൽ നിങ്ങൾ അവിടെ നിന്ന് മാറിക്കൊള്ളാനോ അകന്ന് നിൽക്കാനാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇന്ന് നമ്മളെന്താ ചെയ്യുക? ഇതുപോലത്തെ ദജ്ജാലിൻ്റെ അനുയായികളുടെ പിന്നാലെ പോയിട്ട് ഇങ്ങനെ റദ്ദ് കൊടുക്കാൻ നിൽക്കുക, മറുപടി പറയാൻ നിൽക്കുകയാണ്. അങ്ങനെ മറുപടി പറഞ്ഞിട്ട് നീ മാറും, അവർ മാറൂല. അതിന് വ്യക്തമായ ഒരു വ്യക്തി വന്നിട്ട് നല്ല രീതിയിൽ ദീനിൻ്റെ എന്താണ് ഈ ഇസ്ലാമിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഇന്ന് ഇഷ്ടംപോലെ സ്രോതസ്സുണ്ട്. പൊരുത്തം തർക്കിക്കാനാണ് വരുന്നെങ്കിൽ അവൻ ഓടി രക്ഷപ്പെടുക. കാരണം വന്ന് കിട്ടി കൽബിലേക്ക് ശുഭത്ത് കയറിയാൽ പിന്നെ തിരിയാൻ കുറച്ച് പാടാ. പിന്നെ അത് കൽബിൽ നിന്ന് പോകാൻ പാടാ. അത് കിട്ടിയവർക്ക് മനസ്സിലാവും. കിട്ടിയവരെൻ്റെ ക്ലാസ് കേൾക്കുന്നുണ്ടെങ്കിൽ, ക്ലാസ് എന്നല്ല എൻ്റെ ഈ സംസാരം കേൾക്കുന്നുണ്ടെങ്കിൽ വ്യക്തമായി മനസ്സിലാവും ഈ വിഷയം എന്താണ്, ഈ വിഷയമായ അപകടം എത്രത്തോളം ഉണ്ട്, എത്രത്തോളം സത്യമാണ് ഈ പറയുന്നതെന്ന്. അപ്പോൾ ഗണ്ണനം പറയാൻ പോകുന്നതിനാ അവനെ നന്നാക്കണം, അവൻ്റെ പിഴച്ച ഭാഗത്തുനിന്ന് അവനെ രക്ഷിക്കണം പറഞ്ഞിട്ടാണ് പോവുക. അവനെ അതിൽ പെടും. അത് സൂഫികളായിക്കോട്ടെ, ജഹ്മികളായിക്കോട്ടെ, മുർജിയാക്കളായിക്കോട്ടെ. മുർജിയാക്കളൊക്കെ ഫിത്ന എന്നുള്ളതൊന്ന് ശക്തമായി വന്നിട്ടുള്ളൊരു ഫിത്നയാണ്. അപ്പോൾ എന്താണ് ഇർജാ, എന്താണ് മുഅ്തസിലി അഖീദ, ഇതൊക്കെ ജഹ്മിയാക്കളുടെ അഖീദ, ഇതൊക്കെ നമ്മൾ വെറുതെ പഠിക്കുകയല്ല സഹോദരങ്ങളെ. നമ്മൾ എന്താണെന്ന് അറിഞ്ഞാലാണ് അള്ളാഹുവിൻ്റെ അസ്മാഉ സിഫാത്തുകളിനെ താവീൽ നടത്തുക, അല്ലെങ്കിൽ ദുർവ്യാഖ്യാനം നടത്തുക, നിഷേധിക്കുക. ഇതിൻ്റെയൊക്കെ അപകടം എത്രത്തോളമാണെന്ന് അഖീദ ഗ്രന്ഥങ്ങൾ പഠിക്കണം. നമ്മൾ മതപഠനത്തിന് ഒതുങ്ങിയിരിക്കണം, അതിനുവേണ്ടി മാറി നിൽക്കണം, എന്നിട്ട് അമലാക്കണം. നമ്മുടെ ജീവിതത്തിന്, നമ്മുടെ നഫ്സിനെ ഇസ്ലാമിലേക്ക് പ്രവേശിപ്പിക്കണം. ഇസ്ലാമിക ചിഹ്നങ്ങളിലേക്ക് നമ്മൾ മാറണം. നമ്മൾ ഇസ്ലാമികമായ ഒരു കമ്മ്യൂണിറ്റി, ഒരു കുടുംബം നമുക്ക് വാർത്തെടുക്കണം. തുടങ്ങിയ വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ നമ്മുടെ അഖീദ നന്നാക്കണം. അതൊന്നുമില്ല. വെറും ഈ ദഅവ ചെയ്യുക എന്ന് വെച്ചാൽ ദഅവ ചെയ്യണം സഹോദരങ്ങളെ, ചെയ്യണ്ടെന്നല്ല. പക്ഷേ ഇൽമും അമലും പിന്നീട് ദഅവ. സൂറത്തുൽ അസ്ർ അത് പഠിക്കണം. അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഉസൂൽ സലാസ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹിൻ്റെ അത് പഠിക്കണം. അത് പഠിക്കും. അങ്ങനെ ചെറിയ ചെറിയ അഖീദ ഗ്രന്ഥങ്ങൾ പഠിക്കുമ്പോഴാണ്, അത് ചെറിയ അഖീദ ഗ്രന്ഥം, അത് വിശാലമാണ് ആ ഗ്രന്ഥം, പക്ഷെ പറയാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കണം സഹോദരങ്ങളെ. നമ്മുടെ ദീൻ നമ്മൾ ശ്രദ്ധിക്കാനും നമ്മുടെ ദീൻ നമ്മൾ നഷ്ടപ്പെടാതിരിക്കാനും നമ്മൾ നോക്കണം. ഇന്ന് യുവാക്കൾ തിരഞ്ഞു പിടിച്ചിട്ടാണ് ഡിബേറ്റിന് പോകുക. അങ്ങനെ നിങ്ങൾ ചെയ്യരുത്. അങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ ഇൻഷാ അല്ലാഹ് പറയാം. പിന്നെ യുക്തിവാദികളുടെ ഫ്രണ്ട് ബെഞ്ചിലായിരിക്കും നമ്മൾ ഉണ്ടാവുക. സഹോദരൻ, നമ്മൾ പോയ പോലെ അല്ല തിരിച്ചു വരിക. നമുക്ക് 2-3 മാസങ്ങളോ വർഷങ്ങളൊക്കെ അവൻ്റെ കേൾക്കുമ്പോൾ ചിലപ്പോൾ ഇതുവരെ കേട്ടവരുണ്ടെങ്കിൽ ഒന്നും കയറിയിട്ടില്ലെങ്കിൽ അൽഹംദുലില്ലാ, ആ പരീക്ഷണത്തിൽ അല്ലാഹ് കാത്തു പറയാം. പക്ഷേ ഫിത്ന കയറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. നമ്മൾ ഇബാദത്ത് തകർന്നു പോകും, നമ്മൾ ദീൻ തന്നെ തകർന്നു പോകും. ഒരു വ്യക്തിൻ്റെ കൽബിൽ ശുബഹത്ത് കയറിക്കഴിഞ്ഞാൽ അതിന് ഉത്തരവാദി അവനാണ്. അവൻ പോയിട്ടാണല്ലോ അവൻ്റെ കൽബിൽ കയറിയത്. ഒരു വ്യക്തി ഇസ്ലാമിനെ കുറ്റം പറഞ്ഞു, ഇസ്ലാമിൻ്റെ ന്യൂനത പറഞ്ഞു, നമുക്കതിന് മറുപടി പറയാൻ കഴിയില്ല എന്നുള്ളത് ഇസ്ലാമിൻ്റെ കുഴപ്പമല്ല. അത് മനസ്സിലാക്കുക. അത് നമ്മുടെ അറിവില്ലായ്മ, നമ്മുടെ ജഹലുമാണ്, അല്ലാതെ ഇസ്ലാമിൻ്റെ കുഴപ്പം കൊണ്ടല്ല. അതുകൊണ്ട് അത് മസ്റ്റ് മനസ്സിലാക്കണം. അവൻ എന്തെങ്കിലും ഒരു ശുബഹത്ത് ഇട്ട് തന്നിട്ടുണ്ടെങ്കിൽ, ചിലപ്പോൾ നിസ്സാരമായ കാര്യം, കണ്ണുകൊണ്ട് കാണുന്ന കാര്യങ്ങൾ പോലും അവർ കൽബിൽ ശുബഹത്ത് ഇട്ട് തരും, രോഗം ഇട്ട് തരും, ഷെക്ക് തരും. അതാണ് ഇതിൻ്റെ ഈ ഫിത്നൻ്റെ വലിയൊരു അപകടം പിടിച്ച മേഖല. കണ്ണുകൊണ്ട് കാണുന്ന ഹക്കിനെ പോലും അവർ മറിച്ചിടാൻ അവർക്ക് കാലിന് സാധിക്കും. അതെന്താ പറഞ്ഞാൽ, ചില ആളുടെ സംസാരം സിഹിറാണ് എന്നുള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം ചില ആളുടെ സംസാരം അങ്ങനെയാണ്. അവർ ഹക്കിന് അവൻക്കെതിരാണെങ്കിൽ അവരത് വിജയിക്കാൻ അവർക്ക് ഒരു പ്രത്യേക സിഹിർ ഉണ്ടാവും അവൻ്റെ. അത് ചില ആളുകളുടെ സംസാരം അങ്ങനെയാണ്. അത് നമ്മുടെ കൽബ് കയറിക്കിനെ ഇറങ്ങാൻ കുറച്ച് പാടാണ്. അതാണ് കൽബ് എന്താണ് ഒരു സ്പോഞ്ച് പോലെ ആക്കരുതെന്ന് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ, ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലക്ക് ഇത് കൊടുത്തിട്ടുണ്ട്. എന്ത്? ഒരു വസിയ്യത്ത് കൊടുത്തതിൽ പെട്ടതാണ്. 4 വസിയ്യത്ത് കൊടുത്തു. 4ാമത്തെ വസിയ്യത്ത് ഇതാണ്, നിൻ്റെ കൽബിനെ നീ സ്പോഞ്ച് പോലെ ആക്കരുത്. ഇബ്നു അബ്ബാസ് റഹിമഹുല്ലാ പറഞ്ഞു, റളിയല്ലാഹു അൻഹു, എന്താ പറഞ്ഞത്? ഹവയുടെ ആളുകളോടൊപ്പം ഇരിക്കരുത്, അത് ഹൃദയത്തിന് രോഗം ഉണ്ടാക്കും. അപ്പോൾ ഹവയുടെ ആളുകൾ എന്ന് പറയുമ്പോൾ ആരൊക്കെ പെടും അതിൽ? സഹോദരങ്ങളെ, ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കണം, ബിദ്അത്തുകാരോട് ഇരിക്കരുത് എന്ന് പറഞ്ഞാൽ, ബിദ്അത്തുകാരെന്ന് പറഞ്ഞാൽ ദീനിൽ പുത്തൻ ആശയങ്ങൾ കൊണ്ടുവരും മാത്രമല്ല, അത് കുഫാറുകളായിക്കോട്ടെ ബിദ്അത്തുകാരാണ്. കാരണം ദീനുൽ ഇസ്ലാമിൽ അല്ലാത്ത എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ബിദ്അത്താണ്. അതിനിപ്പോൾ കുഫറാണെങ്കിലും ശരി, അത് ബിദ്അത്താണ്. കുഫാറുകൾ ബിദ്അത്തുകാരാന്ന് പറയുന്നത് തെറ്റില്ല, യുക്തിവാദികൾ ബിദ്അത്തുകാരാന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. കാരണം അതൊക്കെ യോജിച്ചതാണ് അതിനോട്. അതുകൊണ്ട് തന്നെ അവരോടൊപ്പം ഇരിക്കരുത്. നമ്മുടെ ഹൃദയത്തിന് അത് രോഗം ഉണ്ടാക്കും.
അത് ഏതൊരു വ്യക്തി, അതാണ് നമ്മുടെ ദീൻ, നമ്മുടെ കൂട്ടുകാരൻ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ കൂട്ടുകാരൻ്റെ ദീനിലാണ് നമ്മൾ മനസ്സിലാക്കണം. ഒരുവൻ അവൻ്റെ കൂട്ടുകാരുടെ ദീനിലാണ്. അതുകൊണ്ട് കൂട്ടുകെട്ട് നല്ല ശ്രദ്ധിക്കണം. നമ്മുടെ കോൺടാക്റ്റ് വാട്സപ്പ് ആയിക്കോട്ടെ, നമ്മുടെ സോഷ്യൽ മീഡിയകളായിക്കോട്ടെ, ഏത് ഇതിലാണെങ്കിൽ നമ്മൾ ബന്ധപ്പെടുന്ന ആളുകൾ, നമ്മൾ ആരോടൊപ്പമാണ് ഇരിക്കുന്നത്, ആരോടൊപ്പമാണ് ബന്ധപ്പെടുന്ന വിഷയം, ഈ വിഷയം ഈ ആരോടൊപ്പം ഇരിക്കുന്ന വിഷയം മുജാലസത്ത്, അത് വളരെ വിശാലമായ വിഷയമാണ്. ഈ വിഷയങ്ങളൊക്കെ കുറേ മണിക്കൂർ കണക്കിന് സംസാരിക്കേണ്ടതാണ്. പക്ഷേ ഇതിൻ്റെ ചുരുക്കിയ പോയിന്റുകൾ ഇൻഷാല്ലാ നോട്ട് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ എത്തിക്കാൻ നോക്കാം ഇൻഷാല്ലാ. അങ്ങനെ ഈ യുക്തിവാദികളെ കേട്ട് അവസാനം ഇവൻ യുക്തിവാദിയാവും, അല്ലെങ്കിൽ ജഹ്മിയാക്കളുടെ കേട്ടും ജഹ്മിയാവും, അല്ലെങ്കിൽ മുർജിയാവും. അങ്ങനെ ആരെയാണ് കേൾക്കുന്നത് അവൻ്റെ കേട്ടും കൊണ്ടിരുന്നതിനാൽ അവൻ്റെ ആളായിട്ട് മാറും. ഒരു സംശയമില്ല അതിൽ. അതാണ് ഖൽബ് ലഈഫാണ്. അത് നമ്മുടെ കയ്യിലല്ല. അത് റാഞ്ചി എടുക്കും. ഓരോ വാദങ്ങൾ റാഞ്ചി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ നിന്ന് അത് പോകാൻ നമ്മൾ ശ്രമിച്ചാലും അത് ഖൽബിൽ നിന്ന് പോകില്ല, ചിന്തിച്ചുകൊണ്ടേ ഇരിക്കേണ്ടി വരും. കുറച്ച് മുമ്പ് പറഞ്ഞ ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹിൻ്റെ 4 വസിയത്ത്, അത് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹിൻ്റെ അല്ല, അത് അയ്യൂബ് അസ്സിഖ്തിയാനി റഹിമഹുല്ലാഹിൻ്റെയാണ്. അത് അബൂ ഖിലാഫ റഹിമഹുല്ലാഹിക്ക് 4 വസിയത്ത് കൊടുത്തു. അതിൽ 4-മത്തെ ആയിരുന്നു എന്ത്? അവൻ്റെ ആളുകൾക്ക് നീ ചെവി കൊടുക്കരുത്, കൊടുത്താൽ അവൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ മനസ്സിലിട്ട് തരും. മനസ്സിലായി? ആ വ്യക്തി എന്താ ഒരു അജണ്ട ഉണ്ട് അവർക്കൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം എന്താണ്? നമ്മുടെ കൽബിലേക്ക് കയറ്റലാണ് അവൻ്റെ അഖീദ. അവൻ്റെ അഖീദ കയറിയില്ലെങ്കിൽ ശുബഹത്ത് ഇട്ട് വന്നതിനാൽ കയറിയ പോലെ തന്നെയാണ്. അവൻ്റെ അഖീദ കയറിയിട്ടില്ലെങ്കിലും ശുബഹത്ത് കിട്ടിയാൽ മതി അവർക്ക്. ഇനി ഒന്നുമില്ലെങ്കിൽ അവൻ്റെ കൽബിൽ അവൻ്റെ മാർഗത്തിലേക്ക് എത്തിക്കാൻ പറ്റിയ കൽബിൽ രോഗമെങ്കിലും ഇട്ട് തരുക. അതുകൊണ്ടാണ് അവരെ കേൾക്കരുത്, കാണരുത്, ഇരിക്കരുത്, അടുക്കരുത് പറയുന്നത്. അങ്ങനെ തന്നെ ഒരു തീനെ കണ്ട എങ്ങനെയായിരിക്കും നമ്മുടെ നിലപാട്, അതുപോലെ തന്നെ ആയിരിക്കണം ഇവരോടുള്ള നമ്മുടെ നിലപാട്. ഇത് പേടിച്ചിട്ടാണോ? ആണ്. തുറന്നു പറഞ്ഞോ, പേടിച്ചിട്ടാണ്. നമ്മുടെ ദീൻ നഷ്ടപ്പെടുമെന്നുള്ള പേടി. അല്ലാതെ ഈ വ്യക്തികളോ ഈ ദുർബലമായ വാദം പറയുന്നവരെ പേടിച്ചിട്ടല്ല. ഇതിനൊക്കെ ശക്തമായ ഉലമാക്കൾ മറുപടിയും പറഞ്ഞുകൊണ്ടേ ഇരിക്കും ചെയ്യും. നമ്മൾ ഈ അവസാന കാലത്ത് ജീവിക്കുന്ന ആളുകളാണെന്ന് വ്യക്തമായി മനസ്സിലാക്കുക. നമ്മുടെയൊക്കെ അവസാനം എങ്ങനെയാണെന്ന് പോലും നമുക്കറിയില്ല. അതുകൊണ്ടാണ് നമ്മളിതിന് ഇടപെടേണ്ട. ഇനി അവസാന കാലത്ത് നമ്മൾ ദീനി മുറുകെ പിടിക്കുന്ന ദീനി ആളുകൾക്ക് എത്തിക്കാൻ ശ്രമിച്ചാലും ഇനി എത്ര ആളുകൾ എത്തും, അതിനർത്ഥം ദഅവ ചെയ്യേണ്ടെന്നല്ല. ദഅവ തുടർന്നുകൊണ്ടേ ഇരിക്കുക. നമുക്ക് ദഅവ നടത്താനുള്ള സൗകര്യങ്ങളുണ്ട്. തർക്കത്തിൽ ഏർപ്പെടേണ്ട, അതിൽ സുഖം നീ കണ്ടെത്തണ്ട. നിൻ്റെ മനസ്സിൽ അങ്ങനെ സമാധാനം കിട്ടണ്ട. അത് ചൊറിച്ചിലാണ്. നിൻ്റെ കൽബിന് എനിക്ക് വേറൊരു പണിയില്ലാത്തതുകൊണ്ട് കിട്ടുന്ന സുഖം. അപ്പോൾ സഹോദരങ്ങളെ, ഹൃദയത്തിൽ രോഗം ഇട്ട് തരുന്നു പറഞ്ഞത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ്. ചെവി കൊടുക്കരുത് എന്ന് പറഞ്ഞത് അബൂ ഖിലാഫ റഹിമഹുള്ളയാണ്. സുപ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെ അബൂ ഖിലാഫ റഹിമഹുള്ള പറയുന്നുണ്ട്. അദ്ദേഹത്തിന് മറ്റൊരു വാചകം കാണാം. നിങ്ങൾ അവയുടെ ആളുകളോടൊപ്പം ഇരിക്കരുത്, അവരോടൊപ്പം ജിദാൽ നടത്തരുത്, അവരോടൊപ്പം വാദപ്രതിവാദം നടത്തരുത്. കാരണം ഒന്നില്ലെങ്കിൽ അവരുടെ വാദത്തിൽ നിങ്ങൾ മുക്കും, അല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളിൽ തന്നെ ഒരു ഷെക്ക് ഉണ്ടാക്കും. അപ്പോൾ ഞാൻ വലിയ ആളാണെന്ന് പറഞ്ഞിട്ട് അവരൊപ്പം പോയി കഴിഞ്ഞിട്ട് അവസാനം കൽബിക്ക് ഷെക്കായിട്ട് വരേണ്ടി വരും. അപ്പോൾ എത്ര ആളുകളുണ്ട് അങ്ങനെ പോയി തർക്കിച്ച് കൽബിൽ എത്ര ഷെക്കായി നടക്കുന്നത്, സംശയമായിട്ട് അറിയുന്ന കാര്യങ്ങൾ പോലും ചെറിയ കാര്യങ്ങളായിക്കോട്ടെ ദീനിനെ മുറുകെ പിടിക്കാൻ പറ്റാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടി കളിക്കുന്ന ആളുകളായിട്ട് എത്ര പേര് പോകുന്നുണ്ട്. ഒന്നില്ലെങ്കിൽ അങ്ങനെ അദ്ദേഹം പറഞ്ഞത് എന്താ? നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെ ഷെക്ക് ഉണ്ടാക്കുന്നത്. ഇത് സത്യമായ കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊന്നും നമ്മൾ അവഗണിക്കരുത്. ഇത് വരുന്നതിന് മുമ്പ് സൂക്ഷിച്ചാൽ നല്ലത്. വന്നു കഴിഞ്ഞാൽ പിന്നെ കുറച്ചു കാലം ഈ പരീക്ഷണം കൊണ്ട് മുന്നോട്ട് പോകേണ്ടി വരും. അപ്പോൾ ദീർഘിച്ച വാചകങ്ങളുണ്ട് ഷെയ്ഖ് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹിൻ്റെ. ഷെയ്ഖ് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹി പറഞ്ഞാൽ അറിയാത്ത ആളുകൾ ഉണ്ടാവില്ല, ചുരുക്കമായിരിക്കും അറിയാത്ത ആളുകളൊക്കെ. അദ്ദേഹം അത്രയും പ്രഗത്ഭനായ ഒരു മനുഷ്യനാണ് റഹിമഹുല്ലാ. അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ കൽബിനെ, ഇബ്നു ഖയ്യിം റഹിമഹുല്ലയോട് പറയുകയാണ്, നിൻ്റെ കൽബിനെ നിങ്ങൾ സ്പോഞ്ച് പോലെ ആക്കരുത്, എല്ലാം വലിച്ചെടുക്കുന്ന പോലത്തെ ഒന്നാക്കരുത് നമ്മുടെ കൽബിനെ. കാരണം നമ്മുടെ കൽബ് എന്നുള്ളതാണ്, നമ്മുടെ കൽബ് നന്നായി നമ്മുടെ മറ്റെല്ലാം നന്നായി എന്നാണ്. അതുകൊണ്ട് ആ കൽബിനെ സൂക്ഷിക്കാനുള്ള പരിപാടികൾ നോക്കണം. ഇതിനെക്കുറിച്ച് അസറുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അത് ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ് എന്താ പറഞ്ഞത്? ഒരാൾ തൻ്റെ ദീനിനെ തർക്കിക്കുന്ന വേദിയാക്കിയാൽ അവന് തനക്കുൽ ബാധിക്കുന്നതാണ്. അതായത് ഉറച്ചു നിൽക്കാൻ സാധിക്കില്ല. ഖുർആനെയും സുന്നത്തിൻ്റെയും മാർഗ്ഗത്തിൽ ഉറച്ചു നിൽക്കാൻ ഒരു വ്യക്തിക്ക് സാധിക്കില്ല. അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടിക്കൊണ്ടിരിക്കും. അവനക്ക് സംശയമായിട്ടും അവന് പ്രശ്നമായിട്ടും അവനക്കൊരു വെപ്രാളായിട്ടും അവൻ ഇങ്ങനെ മാറി കളിച്ചുകൊണ്ടിരിക്കും. ഇതിന്ന് കിട്ടുന്ന ഭവിഷ്യത്തുകളാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന നമുക്ക് ഭവിഷ്യത്തുകളാണ് ഈ യുക്തിവാദികളുടെ പഴച്ച ആളുകളിന് കേൾക്കാൻ പോയി കഴിഞ്ഞാൽ. ഇന്നൊക്കെ കാലഘട്ടത്തിൽ മുഴലുകൾ തിരിഞ്ഞുപോയ ആളുകൾ ഇഷ്ടം പോലെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങോട്ട് വരും, നോട്ടിഫിക്കേഷനായിട്ടും അല്ലെങ്കിൽ അല്ലാണ്ടും ഒക്കെ വരും മുമ്പിൽ. അതിനൊക്കെ ഇഗ്നോർ ചെയ്യുക, അല്ലാണ്ട് പോയി കണ്ടിട്ട് രസിക്കലല്ല. അത് രസം കണ്ടെത്തുന്നെങ്കിൽ നിൻ്റെ കൽബിന് കുഴപ്പമുണ്ടെന്നാണ്. നിൻ്റെ കൽബിൽ എന്തെങ്കിലും നിഫാഖിൻ്റെ അംശം ഉണ്ടോ അവൻ്റെ ക്ലാസ് കേട്ട് സന്തോഷിക്കാൻ? അത് നീ അതിൽ അഡിക്റ്റഡായി പോയോ? തർക്കിക്കുന്ന പരിപാടി നമ്മുടെ അല്ല, അത് നമ്മുടെ പരിപാടിയല്ല. നമ്മൾ സോഷ്യൽ മീഡിയയിലും മറ്റു എല്ലാത്തും തർക്കിച്ചുകൊണ്ടേയിരിക്കുക. അത് നമ്മുടെ കൽബിന് രോഗമല്ലാണ്ട് ഒന്നും വർദ്ധിപ്പിക്കില്ല. ഇപ്പോൾ ഇതുവരെ തർക്കിച്ചിട്ട് ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ഇനി അങ്ങോട്ട് പോകണ്ട. അതന്നെ
അഹ്ലുസുന്നത്തിൻ്റെ മൻഹജ് എന്താണ് പഠിക്കുക, തൗഹീദ് എന്താണെന്ന് പഠിക്കുക. തൗഹീദിൻ്റെ എത്ര മേഖലകളുണ്ട്, വിശാലമായി കിടക്കുന്ന സഞ്ചരിച്ച് പോകേണ്ട വിഷയങ്ങളാണ്. അതൊന്നും നമുക്ക് അറിയുകയില്ല. നമ്മളൊക്കെ തൗഹീദിന് കൃത്യമായി പഠിക്കാതിരുന്നാൽ തന്നെ നമുക്ക് വിജയിക്കും. പക്ഷെ അത് ഇരിക്കണം, അതിനു വേണ്ടി പഠിക്കണം എന്നുള്ള നിലപാടിൽ നിൽക്കണം. അപ്പോൾ പറഞ്ഞു വന്നത്, പണ്ഡിതന്മാർ പറഞ്ഞു ഇത്തരത്തിലുള്ള ആളുകളുടെ ഒപ്പം ഇരിക്കരുത്, ചെവി കൊടുക്കരുത്. അത് നിങ്ങളുടെ കൽബിൽ സ്വാധീനം ഉണ്ടാക്കും. പിന്നെ മുസ്ലിം ഇബ്നു യസാർ റഹിമഹുല്ലാഹ് പറഞ്ഞു, ബിദ്അത്തിൻ്റെ ആളുകൾക്ക് നിങ്ങൾ ചെവി കൊടുക്കരുത്. ചെവി കൊടുത്താൽ നിൻ്റെ കൽബിൽ നിന്ന് പുറത്താക്കാൻ പറ്റാത്ത ചില വാദങ്ങൾ അവർ നിൻ്റെ കൽബിലേക്ക് ഇട്ട് തരും. പിന്നെ അത് പുറത്തു പോവില്ല. നമ്മൾ ശ്രമിക്കും, നമ്മൾ ആ വാദം പുറത്തിടാൻ നമ്മൾ ശ്രമിക്കും, പക്ഷെ നടക്കില്ല. എന്താണ്, അതങ്ങനെ കൽബ് കയറി നിൽക്കും. പിന്നെ പുറത്തു പോകാൻ ബുദ്ധിമുട്ടാണ്. നമ്മുടെ കൽബ് നമ്മുടെ കയ്യിലല്ല. അത് നമ്മൾ മനസ്സിലാക്കണം സഹോദരങ്ങളെ. സഹോദരിമാരോടാണ്, സഹോദരിമാരായിക്കോട്ടെ, അവരും തർക്കിക്കാനും അതിനും ഒരു രസം കണ്ടെത്തുന്ന ആളുകളാണെങ്കിൽ അവരത് മാറി നിൽക്കുക. സംശയിക്കാതെ സംശയത്തിൻ്റെ മാർഗത്തിലാണ് നമ്മൾ പോകണമെങ്കിൽ നമ്മളത് അപകടത്തിലേക്ക് എത്തിക്കും. ഇതന്നെ ഞാൻ ആവർത്തിച്ച് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് അത്രയും ഗൗരവമുള്ള വിഷയമാണ്. ഇന്ന് സമൂഹത്തിൽ കണ്ടുവരുന്ന ഏറ്റവും വലിയ അപകടം പിടിച്ച സംസാരങ്ങളാണ് ഈ തർക്കിക്കാനും ഡിബേറ്റിനും വാദപ്രതിവാദത്തിനും. ക്ലബ്ബ് ഹൗസുകളിലായിക്കോട്ടെ, ഇൻസ്റ്റാഗ്രാമിലായിക്കോട്ടെ, വാട്സപ്പുകളിലായിക്കോട്ടെ, ഒക്കെ ദീനിനെ സംരക്ഷിക്കണം പറഞ്ഞിട്ട് പുറത്തിറങ്ങി എന്ത് ഇൽമാണ് നമുക്കുള്ളത് സഹോദരങ്ങളെ? അറബി ഭാഷ, അഖീദ ഒന്നും നമുക്കില്ല. നമ്മൾ പിന്നെ എന്ത് കണ്ടിട്ടാണ് ഈ ആളുകൾക്കെതിരെ തർക്കിക്കാൻ പോകുന്നത്, എന്നിട്ട് ഡിബേറ്റിന് പോകുന്നത്? അത് നമുക്ക് എന്തുണ്ടായിട്ടാണ്? നമ്മളെന്തോ ആണെന്നുള്ള വിചാരം ഉണ്ടെങ്കിൽ അതന്നെ ആദ്യം അപകടമാണ്. ആദ്യം അത് മാറ്റണം. ഇബ്നു ബത്താർ റഹിമഹുല്ലാഹ് പറഞ്ഞൊരു സന്ദർഭമുണ്ട്. അത് ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തെ ചീത്ത പറയും, കുറ്റപ്പെടുത്തും, ശപിക്കും, എതിർക്കുകയൊക്കെ ചെയ്യായിരുന്നു. അപ്പോൾ ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തിന് പറയുക, അവർക്ക് എതിർക്കുകയൊക്കെ ചെയ്യുന്ന, അവരുടെ വാദത്തിന് എതിർക്കുന്നൊരു വിഭാഗമാണ്. അവസാനം അതിനു വേണ്ടി അവരുടെ പോയി ഇരുന്നു. പിന്നെ അവരുടെ ആളായിട്ട് മാറി ഒരു സംഘം. അതിനെക്കുറിച്ച് ഇബ്നു ബത്താർ റഹിമഹുല്ലാഹ് പറഞ്ഞു. അപ്പോൾ ഇന്ന് ആളുകൾ വാദത്തിന് പോയി പിഴച്ചിട്ടാണ് തിരിച്ചു വരിക. അപ്പോൾ ആദ്യം അത് മനസ്സിലാക്കുക. ഇതുപോലെ ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്, ഇഷ്ടംപോലെ വിഷയങ്ങളുണ്ട്. തർക്കിക്കുന്ന വിഷയവും അല്ലെങ്കിൽ പോയി ഇരിക്കുന്ന വിഷയവും. നമ്മൾ ഇരിക്കുന്ന വിഷയം ഭയങ്കര ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ്. പിന്നെ ജഹ്മു ബിൻ സഫ്വാൻ, അത് ഇന്ന് ജഹ്മിയാക്കൾ എന്നറിയപ്പെടുന്നത് തന്നെ അതിൻ്റെ പ്രധാനപ്പെട്ട ദഅവത്തിൻ്റെ ആളായിരുന്നു ജഹ്മു ബിൻ സഫ്വാൻ. അയാളുടെ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഡിബേറ്റിന് പോയിട്ടുണ്ടായിരുന്നു. ഒരു സംഘത്തായിട്ട്, യുക്തിവാദി സംഘമാണെന്നാണ് എനിക്ക് ഓർമ്മയുള്ളത്, അല്ലാഹു അഅലം. അവരുമായിട്ട് തർക്കിക്കാൻ പോയി. ആ തർക്കിച്ച് ഒരു ശുഭത്തിന് കിട്ടി. അങ്ങനെ 40 ദിവസം മൂപ്പര് സ്വയം മുർത്തദായി പ്രഖ്യാപിച്ച് നിസ്കാരമില്ലാണ്ട് റൂമിലിരുന്നു. പിന്നെ ഇവരിങ്ങനെ ഇതിൻ്റെ ഒരു വരുന്നത് എന്താ പറഞ്ഞാൽ, ബേസ് വരുന്നത് അതുപോലും ഞാൻ പറയുന്നില്ല. ബേസ് പോലും പറഞ്ഞപ്പോൾ അതുപോലും കൽബിലേക്ക് കയറും. അത്രയും ദുർബലമാണ് നമ്മുടെ കൽബ്. അപ്പോൾ അവസാനം ഇവരെന്താക്കി, അവിടെ പോയി, അതായത് അദ്ദേഹം ആ വ്യക്തി റൂമിനുള്ളിൽ ഇരുന്നിട്ട് പിന്നെ ഉത്തരം കിട്ടി വേണ്ടിട്ട് എന്തായാലും എല്ലാത്തിനും സൃഷ്ടിവാദം പറയാൻ തുടങ്ങി. പിന്നെ ജയിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് ഈ പിഴച്ചവാദം വന്നത്. ഖുർആൻ സൃഷ്ടിയാകുന്നൊരു വാദം വന്നു. അപ്പോൾ ആ വ്യക്തി പോയത്, അദ്ദേഹം എന്നല്ല വിളിക്കുന്നത്, ആ വ്യക്തി തർക്കിക്കാൻ പോയിട്ടാണ് ഇങ്ങനെ പിഴച്ചിട്ട് വലിയ പിഴവിൻ്റെ ഒരു ഉസ്താദായിട്ട് മാറിയത്. പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ആശയം, ഹദീസിൻ്റെ ഒരു ആശയമുണ്ട്. അതായത് ചില ആളുകളുടെ സംസാരത്തിന് സിഹിർ, അത് നമ്മൾ സംസാരിച്ചാണ്, ചില ആളുകളുടെ സംസാരത്തിൽ സിഹിറുണ്ട് എന്നുള്ളത്. അതിൽ അബൂദാവൂദ് റഹിമഹുല്ലാഹിൻ്റെ ഷർഹിൽ വന്നിട്ടുള്ള ഒരു വിഷയമാണ്. ചില ആളുകൾ വരും, സത്യം അവനെതിരെയായിരിക്കും, പക്ഷെ നല്ല നീളമുള്ള നാവുണ്ടാകും. അങ്ങനെ അവൻ്റെ വിശദീകരണം കൊണ്ട്, വർത്തമാനം കൊണ്ട് ആളുകൾക്ക് സിഹിർ ചെയ്യും. അങ്ങനെ സത്യത്തെ പരാജയപ്പെടുത്തും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അബൂദാവൂദ് റഹിമഹുല്ലാഹിൻ്റെ ഷർഹിലുള്ള വിഷയമാണിത്. അപ്പോൾ ഈ യുക്തിവാദികൾ, അവർക്കൊരു ലക്ഷ്യമുണ്ട്, മുസ്ലിമീങ്ങളെ കാഫിറാക്കളാക്കണം. അതിന് വേണ്ടിയിട്ടാണ് അവർ രാവും പകലും പണിയെടുക്കുന്നത്. നമ്മൾക്ക് എത്ര ഇഖ്ലാസ് ഉണ്ട്? നമ്മൾക്ക് നമ്മുടെ ദീൻ സംരക്ഷിക്കാൻ എത്ര ഇഖ്ലാസ് ഉണ്ട്? അവൻ്റെ ളുൽമ് പ്രചരിപ്പിക്കാനും കാണിക്കുന്ന പരിപാടി അല്ലെങ്കിൽ അവർ കാണിക്കുന്ന ആ എണ്ണം പോലും നമ്മുടെ ദീൻ സംരക്ഷിക്കാൻ ഇഖ്ലാസ് അല്ല, സത്യത്തിൻ്റെ ആളുകളായി നമുക്ക് ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇബ്നു മുബാറക് റഹിമഹുല്ലാഹ്, അദ്ദേഹം ആരാണെന്ന് പഠിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും അതിൻ്റെ ഖുവ്വത്ത് എന്താണ്, അതിൻ്റെ ഇൽമിൻ്റെ സുഹൂദിൻ്റെയൊക്കെ വിഷയത്തിൽ എത്രത്തോളം കിബാറാണ് അദ്ദേഹമെന്ന് നമുക്ക് അദ്ദേഹത്തിൻ്റെ ചരിത്രം നോക്കിയാൽ അറിയാം. ഇബ്നു മുബാറക് റഹിമഹുല്ലാഹ്, അബൂദാവൂദ് റഹിമഹുല്ലാഹ് ഇൽമെടുത്തിട്ടുള്ള വ്യക്തിയാണ് ഇബ്നു മുബാറക് റഹിമഹുല്ലാഹ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഒരു വ്യക്തി വന്നിട്ട് ഒരു ഖുർആൻ ആയത്ത് ഓതിത്തരട്ടെ എന്ന് പറഞ്ഞു. അദ്ദേഹം വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനെപ്പറ്റി അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു, എന്താണ് അങ്ങനെ ഒരു ഖുർആൻ ആയത്തല്ലേ ഓതി തരട്ടെ എന്ന് ചോദിച്ചു. എന്താ വേണ്ടാന്ന് പറഞ്ഞതെന്ന് നിലയ്ക്ക് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അയാൾ എൻ്റെ മനസ്സിൽ ശുബഹത്ത് ഇട്ട് തരുമോ എന്ന് ഞാൻ പേടിച്ചു. അങ്ങനെ ആ ശുബഹത്ത് കൊണ്ട് മരിക്കുന്നത് വരെ ഞാൻ നടക്കേണ്ടി വരും. അങ്ങനെയുള്ള ശുബഹത്ത് ഇട്ട് തരുമോ എന്ന് ഞാൻ പേടിച്ചു എന്ന്. അപ്പോൾ ഇത് പറഞ്ഞത് ആരാ? ഇത് പറഞ്ഞത് നിസ്സാരക്കാരനല്ല.
അപ്പം നമ്മുടെ അവസ്ഥ എന്താ? നമ്മൾ ഇന്നലെ ദീനിലേക്ക് വന്ന് ആളുകളാണ്. ചുരുക്കി പറഞ്ഞതല്ല അത്, അല്ലെങ്കിൽ കുറവാക്കി പറയല്ല. പക്ഷേ ഈ പറയുന്ന കാര്യങ്ങൾ അത്രയും സൂക്ഷ്മതയോടെ നിലകൊള്ളേണ്ട വിഷയമാണ്. നേരെ വണ്ണം ഖുർആൻ തജ്വീദ് ഓതാൻ തെറ്റാണ്ട് നമുക്കറിയോ ഓതാൻ? അത് നമ്മൾ പരിശോധിക്കണം. സോഷ്യൽ മീഡിയയിൽ മാത്രം ഇൽമ് കേട്ട്, അല്ലെങ്കിൽ ഏതൊക്കെ ഉസ്താദന്മാരുടെ ക്ലാസ്സും കേട്ട്, അല്ലെങ്കിൽ ഈ തർക്ക വിതർക്കങ്ങൾ കേട്ടിട്ടായിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ടാവുക. സഹോദരങ്ങൾ, ഇന്ന് ഒരുപാട് ഉസ്താദന്മാരെന്നറിയപ്പെടുന്ന ആളുകൾ വേദിയിൽ വന്ന് തർക്കിക്കുകയോ പിഴച്ച ആളുകളുടെ പബ്ലിക്കായി കേൾക്കാൻ അനുവദിക്കുകയും, പല സംഘടനകളുടെ ആളുകൾ അല്ലാത്തവരൊക്കെ ആയിക്കോട്ടെ ഇവർ പിഴച്ച വാദങ്ങൾ പറയാൻ അനുവദിക്കുക എന്നുള്ളത് ശരിയായ നിലപാടേ അല്ല. അത് കേൾവിക്കാർക്ക് ചിലപ്പോൾ ഈ സംശയം ചോദിച്ചത് ഉള്ളിൽ കയറും, ഉത്തരം കൽബ് കയറുന്നില്ല. അതുകൊണ്ട് തന്നെ അതുപോലത്തെ പരിപാടികൾ, അങ്ങനത്തെ പരിപാടികളെ കാണാതിരിക്കുക. കാരണം പല സംശയങ്ങളും അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്ന് ചോദിച്ചിട്ടുള്ള സംശയങ്ങൾ ചോദിക്കുന്ന ആളുകളുടെ പബ്ലിക്കായിട്ട് ഇടുക സോഷ്യൽ മീഡിയയിലൂടെ. ചില വയസ്സായ ആൾ ഇത്രയും കാലം ഇബാദത്ത് ചെയ്തിട്ടുണ്ടാവും, ഈ അവസാനം ഈ ഫിത്ന ചിലപ്പോൾ കയറിയിട്ടായിരിക്കും മരിക്കുക, സംശയം വെച്ച് മരിക്കുന്ന അവസ്ഥയിലാവും. ഇപ്പോൾ പറഞ്ഞു വന്നത് സോഷ്യൽ മീഡിയയിൽ മാത്രം ഇൽമ കേട്ടിട്ടുള്ള നമ്മളാണ് ദീനെ രക്ഷിക്കാൻ നോക്കുന്നത്. നമ്മുടെ ദീനല്ല ആദ്യം രക്ഷിക്കേണ്ടത് സഹോദരങ്ങളെ. അപ്പോൾ ഇബ്നു സീരീൻ റഹിമഹുള്ളാഹിൻ്റെ അടുത്ത് രണ്ടാളുകൾ വന്നു. അപ്പോൾ ഇബ്നു സീരീൻ റഹിമഹുള്ളാഹി എന്ന് പറഞ്ഞാൽ നിസ്സാരക്കാരനല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തെക്കുറിച്ച് അറിയാൻ ശ്രമിച്ചാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് രണ്ടാൾക്കാർ വന്നു. എന്നിട്ട് നമുക്ക് ചില ഒരു ഹദീസ് സംസാരിച്ചാലോ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം അതിനെതിർത്തു. നിങ്ങൾ ഇവിടുന്ന് എഴുന്നേറ്റ് പോകണമെന്ന് പറഞ്ഞു. എങ്കിലും ഒരു ഖുർആനിൽ നിന്ന് ഒരു ആയത്ത് ഓതട്ടെ എന്ന് അദ്ദേഹത്തിന് അനുവാദം ചോദിച്ചു. അദ്ദേഹം അനുവദിച്ചില്ല. ഇതിനെക്കുറിച്ചും അദ്ദേഹത്തിനോട് ചോദിക്കപ്പെട്ടു, എന്താണ് ഇത് ഇങ്ങനെ സമ്മതിച്ചില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ പറയുക, ഖുർആൻ ഓതിയിട്ട് അവർ ദുർവ്യാഖ്യാനം ചെയ്യും. ആ ദുർവ്യാഖ്യാനം ചെയ്തത് എൻ്റെ കൽബിൽ തറച്ച് നിൽക്കും, അതിനെ ഞാൻ പേടിച്ചു എന്ന് ആരാ പറഞ്ഞു? ഇബ്നു സീരീൻ റഹിമഹുള്ളാഹി. അപ്പോൾ ഇത് സലഫുകളുടെ നിലപാടാണ്, അത് നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഇത് സലഫുകളുടെ നിലപാടാണ്. ചുമ്മാ വെറുതെ ഇതിങ്ങനെ നേരം പോക്കിന് പറയേണ്ടൊരു വിഷയമല്ല. അത്രയും ഭയപ്പെടേണ്ടതാണ് ദീനിനെ. ദീൻ നമ്മൾ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം നമ്മളിപ്പോഴും ഉണ്ടാവണം. ഇനി നമുക്ക് ഷെയ്ഖ് അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ളാഹി, അദ്ദേഹത്തിൻ്റെയും ഷെയ്ഖ് ഇബ്നു മഈൻ റഹിമഹുള്ളാഹിയുടെയും ഷെയ്ഖാണ് അബ്ദുർ റസാഖ് റഹിമഹുള്ളാഹി. ഇദ്ദേഹത്തോട് ഇബ്രാഹിം ബിൻ അബി യഹ്യ എന്നൊരാൾ വന്ന് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ മുഅ്തസിലാക്കൾ ഒരുപാടുണ്ടല്ലോ. അബ്ദുർ റസാഖ് റഹിമഹുള്ളാഹി പറഞ്ഞു, നീ മുഅ്തസിലത്തിൻ്റെ ആളാണ് എന്ന് അവർ വാദിക്കുന്നുണ്ടല്ലോ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറയാണ്, അപ്പോൾ ആ വ്യക്തി പറയാണ്, നമുക്കൊന്ന് ഇന്ന സ്ഥലത്തേക്ക് വന്നുകൂടെ, നമുക്കൊന്ന് സംസാരിച്ചുകൂടെ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അബ്ദുർ റസാഖ് റഹിമഹുള്ളാഹി പറഞ്ഞു, ഇല്ല, എനിക്ക് സൗകര്യമില്ല. അപ്പോൾ ഇബ്രാഹിം ചോദിച്ചു, എന്തുകൊണ്ട്? അപ്പോൾ ഇബ്രാഹിമിന് യഹ്യ ചോദിക്കുകയാണ്, എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് വരാൻ സാധിക്കാത്തത് എന്നൊക്കെ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, കൽബ് എന്നുള്ളത് ലൈഫാണ്, ദീൻ എന്നത് തർക്കിച്ച് ജയിക്കാനുള്ളതല്ല എന്ന്. അപ്പോൾ ഇത് ആരാണ്? ഷെയ്ഖ് ഹംബൽ റഹിമഹുള്ളാഹിൻ്റെ ഷെയ്ഖാണ്, ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ളാഹിൻ്റെ ഷെയ്ഖാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത്, അദ്ദേഹം പോലും അങ്ങനെ, നമ്മളൊക്കെ എന്താ ചെയ്യുക, നമ്മളൊക്കെ എടുത്തു ചാടിയിട്ട് അന്ന് നമുക്ക് ഡിബേറ്റ് വെക്കുക, തർക്കിക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മൾ എടുത്തു ചാടുകയാണ്. അങ്ങനെ ചാടിക്കഴിഞ്ഞിട്ട് ഉണ്ടാകുന്ന അപകടത്തെക്കുറിച്ച് അറിയുന്നത് കൊണ്ടാണ് ഈ മുൻഗാമികളൊക്കെ പേടിച്ച് മാറി നിൽക്കുന്നത്. അല്ലാണ്ട് അവരുടെ ഇൽമില്ലാണ്ടെന്നല്ല. ചിലപ്പോൾ ഒരുപക്ഷെ ഒറ്റയടിക്ക് മലർത്തി അടിക്കാൻ സാധിക്കുന്ന ഷെയ്ഖുമാരൊക്കെയാണ് ഇവർ. പക്ഷേ ഒരിക്കലും അവരെന്ത് ചെയ്തില്ല, ദീനെ തർക്ക വിഷയമൊക്കെ എടുത്തിട്ടുണ്ടാകുന്നില്ല നമ്മൾ ഇന്ന് ചെയ്യുന്ന പോലെ. നമ്മളെ തന്നെ ഒന്ന് വ്യക്തിപരമായി കൊണ്ട് മനസ്സിലാക്കേണ്ട, വ്യക്തിപരമായി കുറ്റം പറഞ്ഞ് മാറ്റേണ്ട അവസ്ഥയിലാണ്. ശരിയായ നിലപാട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. ഇനി തൗസ് റഹിമഹുള്ളാഹി താബിയാണ്. അപ്പോൾ സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു, ആയിഷ റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, ഇതിൽ ഹദീസ് ഉദ്ധരിച്ചിട്ടുള്ള ആളാണ് തൗസ് റഹിമഹുള്ളാഹി. അപ്പോൾ ഇദ്ദേഹത്തോട് ഒരു ഖദറിൻ്റെ വിഷയത്തിൽ സംസാരിക്കുന്ന ഒരാൾ വരികയാണ്. എന്നിട്ട് രണ്ട് ചെവിയിലും അങ്ങനെ വന്നപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു, രണ്ട് ചെവിയും വിരൽ തിരുകി. മകനടുത്തുണ്ടായിരുന്നു, മകൻ്റെ പറഞ്ഞ് നന്നായിട്ട് ചെവിയിൽ തിരുകാൻ പറഞ്ഞു. ഖദരിയത്തിൻ്റെ ആളിൽ നിന്ന് ഒന്നും കേൾക്കരുത്, കാരണം കൽബ് ലൈഫാണ്. ഇതാണ് അദ്ദേഹത്തിൻ്റെ നിലപാട്, തൗസ് റഹിമഹുള്ളാഹിൻ്റെ നിലപാട്. അപ്പോൾ അവയുടെ ആളുകളോടൊപ്പം ഉള്ള കൂട്ടുകെട്ടുകൾ നമ്മൾ നല്ല ശ്രദ്ധിക്കുക. അവരോടൊപ്പമുള്ള വാദങ്ങൾ, സംസാരങ്ങൾ, ഇരുത്തങ്ങൾ, ഇതൊക്കെ മാറ്റുക. ഇരുത്തങ്ങൾ മാറ്റുക എന്ന് പറഞ്ഞ സഹോദരങ്ങൾ അങ്ങനെ തന്നെയാണ്, അതങ്ങനെ തന്നെ മനസ്സിലാക്കണം. അതിനപ്പുറത്തേക്കൊന്നുമില്ല. ബാത്തിൻ്റെ ആളുകളാണെങ്കിൽ അവനൊപ്പം പോയി ഇരിക്കാതിരിക്കുക, ദഅവ ചെയ്യാൻ അത്രയ്ക്ക്. അതിന് നമ്മൾ ഈ വിഷയത്തിൽ പഠിക്കേണ്ട ഒരു വിഷയമാണ്. ഇബ്നു തൈമിയ്യ റഹിമഹുള്ളാഹിൻ്റെ ഹജറുൽ മുബ്തദിഅ എന്നൊരു കിതാബുണ്ട്. ഹജറുൽ മുബ്തദിഅ, അത് വന്നിട്ട് ഹജറുൽ ഇലാജി, ഹജറുൽ റിക്കായി തുടങ്ങിയ വിഷയങ്ങൾ സംസാരിക്കുക. ഹജറുൽ ഇലാജി എന്ന് പറഞ്ഞാൽ എന്താണ്, ഹജറുൽ റിക്കായി എന്താണ്, ഇതേത് സന്ദർഭത്തിലാണ്. ഹജർ എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കുക, അവൻ്റെ ആളുകളെ വെടിയുക, ബിദ്അത്തിൻ്റെ ആളുകളെ വെടിയുക.
ഈ വിഷയത്തിന് ഹജർ എന്ന് നമ്മൾ പൊതുവായിട്ട് പറയാം. എന്തിനാൽ ഹജറിന് ഒരുപാട് അർത്ഥങ്ങൾ ഇൻഷാ അല്ലാഹ് ഉണ്ട്. ഞാൻ അത് വിശദീകരിക്കുന്നില്ല. അപ്പോൾ അത് പഠിക്കുക. അതൊക്കെ നമ്മൾ ഈ ദീനിൻ്റെ അസലിയ കാര്യങ്ങളുണ്ടല്ലോ, കുഫാറുകളുടെ നിലപാട്, ബിദഅത്തുകാരോടുള്ള നിലപാട്, സലഫ് സ്വാലിഹ്യങ്ങൾ ഹവയോട് കാണിച്ച ആളുകളുടെ നിലപാട്. അപ്പോൾ ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ നമ്മൾ പഠിക്കേണ്ടതാണ്. ഇതൊക്കെ അസലിയ ദീനിൻ്റെ അസലിയായിട്ടുള്ള കാര്യങ്ങൾ, തക്ഫീറുൽ മുശ്രിക്കീനായിക്കോട്ടെ മറ്റ് വിഷയങ്ങൾ, അത് ശക്തമായിക്കൊണ്ട് നമ്മൾ പഠിക്കേണ്ട വിഷയമാണ്. നമ്മുടെ ദീനിൻ്റെ അസലുകൾ നമ്മൾ വ്യക്തമായി പഠിക്കുക. അതിൽ നമുക്ക് അറിവില്ലായ്മയുടെ പരിഗണന ഉണ്ടാവാത്ത ചില വിഷയങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെയൊക്കെ വിഷയങ്ങൾ ഇൻഷാ അല്ലാഹ് ഞാൻ ഈ വിഷയത്തിൽ സംസാരിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് സമയം ഉണ്ടെങ്കിൽ നമുക്ക് പിന്നീട് സംസാരിക്കാം. പിന്നെ ഇമാം ദഹബി റഹിമഹുല്ലാഹ് പറഞ്ഞൊരു വാക്കുണ്ട്, ഇന്നൽ ഖുലൂബ ലഈഫ വശുബഹു ഖത്താഫ്. അതെന്താണെന്ന് പറഞ്ഞാൽ ഹൃദയം ലഈഫാണ്, ശുബഹത്ത് ഹൃദയത്തെ റാഞ്ചി എടുക്കും. അത് അങ്ങനെ തന്നെയാണ് സഹോദരങ്ങളെ, ഹൃദയത്തിനെ റാഞ്ചുന്ന രീതിയിലായിരിക്കും ഇവൻ്റെ സംസാരങ്ങൾ. അതുകൊണ്ട് തന്നെ അവരുടെ ക്ലാസ്സുകൾ കേൾക്കാതിരിക്കുക. അവരുടെ ക്ലാസ്സുകൾ കേട്ട് കഴിഞ്ഞാൽ അവൻ്റെ ഏതെങ്കിലും ഒരു വാക്കായിരിക്കും നമ്മുടെ കൽബിലേക്ക് ഇതായിട്ട് വരിക, ഷക്കായിട്ട് വരിക. നമ്മുടെ കൽബിനുണ്ട് റാഞ്ച്. പിന്നെ നമുക്ക് നിസ്കരിക്കാൻ നേരമൊന്നും പറ്റില്ല, നമുക്ക് നേരം ഖുർആൻ ഓതാൻ പറ്റില്ല, നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. നമ്മൾ എത്രങ്ങാനും ഉസ്താദുമാരത്ത് പോയാലും നമുക്ക് ചിലപ്പോൾ നന്നായി എന്ന് വരില്ല. പക്ഷേ ഇതിനുള്ള പരിഹാരങ്ങൾ ഇൻഷാ അല്ലാഹ് ഇത് വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്നുള്ള ഇൻഷാ അല്ലാഹ് ചെറിയ കാര്യങ്ങൾ ഞാൻ ഇൻഷാ അല്ലാഹ് ലാസ്റ്റ് പറയാൻ ശ്രമിക്കാം ഇൻഷാ അല്ലാഹ്. അല്ലാതെ ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ദുആ ചെയ്യുക. അതായത് കടലിൽ മുങ്ങിത്താഴുന്നവൻ രക്ഷപ്പെടാൻ വേണ്ടി വിളിക്കുന്ന പോലെ അള്ളാഹിനെ വിളിച്ച് രക്ഷ ചോദിച്ചുകൊണ്ടേയിരിക്കുക. കാരണം അള്ളാഹു തരുന്ന വമ്പിച്ച പരീക്ഷണമാണിത്. അപ്പോൾ വമ്പിച്ച പരീക്ഷണം എന്ന് പറഞ്ഞാൽ ശക്തമായിക്കൊണ്ട് തന്നെ നമ്മൾ രക്ഷ ചോദിക്കേണ്ട വിഷയമാണ്. സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക. ചിലപ്പോൾ സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോഴായിരിക്കും നമ്മുടെ കൽബിൽ നിന്ന് തന്നെ ഒരു ഇതില്ലാണ്ട് ആ ശക്ക് പോയി കിട്ടും. നമ്മൾ വിചാരിക്കുന്നത് നടക്കൂല എന്ന്, പക്ഷേ അള്ളാഹു സുബ്ഹാനഹു ആ ശക്കിനെ ഉയർത്തും. അപ്പോൾ ദുആ ചെയ്യുക, സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക. പിന്നെ അങ്ങനത്തെ അവൻ്റെ ആളുകളുടെ കേൾക്കാണ്ടിരിക്കുക. പിന്നെ കണ്ടവരത്തൊക്കെ ഇത് പറയാതെ അഹ്ലുൽ ഇൽമിൽപ്പെട്ട ആളുകളെ കണ്ടുപിടിച്ച് അവരോട് സംസാരിക്കുക. ഇതിൽ മറുപടി അവരോട് ചോദിച്ചാലും ഈ മറുപടി കിട്ടിയാലും നമുക്ക് കൽബിൽ നിന്ന് പോകാൻ പാടായിരിക്കും. അതാണ് ഇതിൻ്റെ വിഷയത്തിലെ അപകടം. നമ്മുടെ സഹവാസം നമ്മളെ ബാധിക്കുന്നുള്ളൊരു വിഷയത്തിൽ ഇമ്രാൻ ഇബ്നു ഹിത്വാൻ എന്നൊരു വ്യക്തി ഉണ്ടായിരുന്നു. അഹ്ലുസുന്നയുടെ അറിയപ്പെട്ട ആളായിരുന്നു, വലിയ ആളായിട്ട് അറിയപ്പെട്ട ആളാണ്. പിന്നീട് ഈ വ്യക്തി മുഅ്തസിലിയായിട്ട് മാറി. അത് രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊന്ന്, ഒമാനിൽ നിന്ന് ഒരാൾ വന്നിട്ട് ഒറ്റ ഇരുത്തത്തിന് ആളിനെ മറിച്ചിട്ടു, ഇമ്രാൻ ഇബ്നു ഹിത്വാനെ മറിച്ചിട്ടു. അങ്ങനെ ആൾ ഖവാരിജായി കൊണ്ടുള്ള ഒരു ഇതുണ്ട്. രണ്ടാമത്തെ വന്നിട്ട് ഒരു സുന്ദരിയായ പെണ്ണിനെ, അവൾ ഖവാരിജായിരുന്നു, അപ്പോൾ അവളെ നന്നാക്കണം, അവളെ സുന്നത്തിലേക്ക് കൊണ്ടുവരണം പറഞ്ഞിട്ടുള്ള നിലപാട് ഉദ്ദേശിച്ച് വിവാഹം ചെയ്തു. അങ്ങനെ ആളെന്ത് ചെയ്തു, ഖവാരിജായി മാറി. അപ്പോൾ ഇതൊക്കെ വലിയ പാഠങ്ങളുള്ള വിഷയങ്ങളാണ്. വേറൊരു ഉദാഹരണം മുഹമ്മദ് ബിൻ സാഹിബ്. അത് അഹ്ലുസുന്നത്തിൻ്റെ ആളായി അറിയപ്പെട്ടൊരു വ്യക്തിയായിരുന്നു. ആ വ്യക്തി ഇറക്കി പറയും, അതായത് ആ വ്യക്തി പറഞ്ഞു നമുക്ക് മുർജിയത്തിൻ്റെ ആളുകളുടെ കുറച്ച് കേൾക്കാം. അങ്ങനെ ആ വ്യക്തി അവിടേക്ക് പോയി. ഇതിപ്പോൾ വേറെ രീതിയിൽ വന്നാൽ ഇത് കതിരിയാക്കളുടെ അടുത്തേക്ക് പോയി എന്നുണ്ട്. അങ്ങനെ തിരിച്ചു വരുമ്പോൾ അവരുടെ ആളായിട്ടാണ് മൂപ്പര് തിരിച്ചു വന്നത്. അപ്പോൾ എത്രത്തോളം അപകടമാണ്. അഹ്ലുസുന്നത്തെ അറിയപ്പെട്ട ആളാണ് ഈ മുഹമ്മദ് ബിൻ സാഹിബ്. നമ്മുടെ കൺട്രോളിലല്ല ഈ കാര്യങ്ങളൊന്നും കിടക്കണമെന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക. നമ്മുടെ കോൺടാക്റ്റിലുള്ള ആളുകൾ ആരൊക്കെയാണെന്ന് നമ്മൾ നിരീക്ഷിക്കണം, നമ്മൾ മനസ്സിലാക്കി വെക്കണം. ദീനെ സീരിയസ് ഇല്ലാതെ നമ്മൾ കാണരുത്, അത് സീരിയസ് അവിടെ തന്നെ പിടിക്കണം. ഇനി ഇബ്നു റാവന്തി, വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഇബ്നു റാവന്തിൻ്റെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ആ വ്യക്തിൻ്റെ കൂട്ടുകെട്ട് ഈ യുക്തിവാദികൾ, റാഫിദുകളൊക്കെയാണ്. അപ്പോൾ അവരോടൊപ്പം സംസാരിക്കുന്നത് എതിർത്ത് കഴിഞ്ഞാൽ പറയും മൂപ്പര് അവൻ്റെ വാദം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. നമുക്കങ്ങനെ സ്വഭാവം ഉണ്ടല്ലോ, വാദം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേൾക്കുന്നത്. അത് നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. എത്രയോ പഴച്ച ആളുകളുടെയൊക്കെ വാദം കേൾക്കാൻ പോലെ നമ്മുടെ പണി. അപ്പോൾ ഇങ്ങനെ ഇബ്നു റാവന്തി അങ്ങനെ പറയും. അപ്പോൾ അവസാനം എന്താ, ആൾ യുക്തിവാദിയായി. അപ്പോൾ ഇതൊക്കെ സഹോദരങ്ങൾ ശക്തമായിക്കൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ്. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അസ്മാഉ വസിഫാത്തുകളൊക്കെ പഠിക്കുമ്പോൾ ഇതുപോലെ ഈശ്വരൻ അല്ലെങ്കിൽ രാജാവ് അല്ലെങ്കിൽ അങ്ങനത്തെ കരുണാനിധി എന്നൊക്കെ തുടങ്ങിയ മലയാള പരിഭാഷ, അതൊക്കെ വിഷയത്തിൽ അറബിയിൽ തന്നെ പ്രയോഗിക്കണം. അതൊരു വ്യക്തിക്ക് അറിയാൻ വേണ്ടിയിട്ട് ഒരിക്കലും പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ പറയാനും അറിയാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ഭാഷകൾ ഉപയോഗിക്കാമെന്നല്ലാതെ അതിനപ്പുറത്തേക്ക് നമ്മൾ ഉപയോഗിക്കരുത്. കാരണം അങ്ങനത്തെ ഒരു അസ്മാഉ വസിഫാത്ത് അള്ളാഹ്ക്കില്ല. ശരിക്കും അതിൻ്റെ അർത്ഥം പോലും എന്താണെന്ന് അറിയാം. രാജാധിപതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനും അർത്ഥത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു സ്ഥാനത്തിന് എത്താത്തതും വേറെ അർത്ഥങ്ങൾ വരുന്നതുമാണ്. അതുകൊണ്ട് നല്ല ശ്രദ്ധിക്കുക അതുപോലത്തെ വിഷയങ്ങൾ. സാന്ദർഭികമായി പറഞ്ഞെന്നുള്ളൂ. പിന്നെ അങ്ങനത്തെ ഗ്രൂപ്പുകളുണ്ടെങ്കിൽ, ഡിബേറ്റ് ഗ്രൂപ്പുകളുണ്ടെങ്കിൽ ഇന്ന് തന്നെ ലെഫ്റ്റ് ആകുക, നമ്മുടെ ദീനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തെങ്കിലും ആരെങ്കിലും ചോദിച്ചാൽ എന്തിനാണ് ലെഫ്റ്റ് ആയെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ദീനെ എനിക്ക് നോക്കണം എന്ന് പറയാം. അതിൻ്റെ അപ്പുറത്തേക്കൊന്നും സംസാരിക്കേണ്ട ആവശ്യമില്ല. അവർ എന്ത് പറഞ്ഞാലും അത് കാര്യമാക്കേണ്ട ആവശ്യമില്ല.
അതുപോലെ തന്നെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു വിഷയമുണ്ട്. അദ്ദേഹത്തിനെ കുറിച്ചിട്ട് ഈ ഹറൂറിയത്തിൻ്റെ ഒരു ആൾക്കാരുടെ ചില വാദങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരാൾ പറഞ്ഞു ഇങ്ങനെ അവർക്ക് വാദം ഉണ്ടെന്ന് പറയാൻ വന്നു. അദ്ദേഹം അതുപോലും കേൾക്കാൻ നിന്നില്ല. അതായത് ഈ ഹറൂറികളായ ഹവാരിജുകൾ അന്നത്തെ കാലത്ത് ഹറൂറികൾ എന്നറിയപ്പെട്ട ഒരു ഇതാണ്. അപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഇബ്നു ഉമർ റഹിമഹുല്ലാഹിൻ്റെ വന്നിട്ട് പറയുകയാണ്, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ വന്ന് പറയുകയാണ് എന്ത് അങ്ങനെ വാദം അവർക്ക് ഉണ്ട് എന്ന്. അപ്പോൾ ഈ പറയുന്ന വ്യക്തി അവർക്ക് അങ്ങനെ വാദം ഉണ്ടെന്ന് വേറൊരു വ്യക്തികളുടെ വാദങ്ങളാണ് പറയുന്നത്, അതുപോലും കേൾക്കാൻ നിന്നില്ല. പിന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ സദസ്സിലേക്ക് ഇതുപോലത്തെ ഒരു പിഴച്ച വാദമുള്ള ഒരാൾ വന്നു, മണ്ണെടുത്ത് എറിഞ്ഞിട്ടുണ്ട്, അവനെ ഓടിച്ചിട്ടുണ്ട് അവിടുന്ന്. കാരണം ഇതൊക്കെയാണ് സഹോദരങ്ങളെ നമ്മുടെ നിലപാട്, ഇതന്നെ ആയിരിക്കണം. അപ്പോൾ ഇത് നമ്മൾ കേൾക്കുമ്പോൾ ആദ്യമായിട്ട് കേൾക്കുമ്പോൾ ഒരു പ്രത്യേകത തോന്നാം, പക്ഷേ ഇത് എന്താണ് ഇങ്ങനെ ഇത് ഭയപ്പെട്ടതല്ലേ പേടിച്ചിട്ടല്ലേ എന്നൊക്കെ. നമ്മുടെ നിലപാടുകൾ നമ്മൾ ഓരോന്ന് പഠിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ പഠിക്കാനുണ്ട്. സത്യം പറഞ്ഞാൽ ഹക്കൊന്നും കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് പോലുമില്ല. മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ കൽബൊക്കെ വളരെ രീതിയിൽ മാറും ഇൻഷാ അല്ലാഹ്. ഇതിനെ അവലംബിച്ചിട്ടുള്ളതായിട്ട് ദർസിൽ നമ്മളെടുത്ത ദർസിൽ നിന്ന് അവലംബിച്ചിട്ടുള്ള കിതാബുകളാണ് അശ്ശരിയ, ഇമാം ആജൂരി റഹിമഹുല്ലാഹിൻ്റെ. അത് ശക്തമായി പഠിക്കാൻ ശ്രമിക്കാൻ കഴിവുള്ളവർ അത് ശരിയാ പഠിക്കണം. അതിലെല്ലാ കുറേ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. പിന്നെ അഷ്റഹു ഉസൂലു ഇഅ്തിഖാദ് അഹ്ലു സുന്നത്തി വൽ ജമാഅ ഇമാം ലാലക്കായി റഹിമഹുല്ലാഹിൻ്റെയാണ്. പിന്നെ അൽ ഇബാന ഇബ്നു ബത്തൻ്റെ റഹിമഹുല്ലാഹ് ഇവരുടെ കിതാബിൽ അവലംബിച്ചിട്ടുണ്ട്. പിന്നെ മറ്റു ക്ലാസ്സുകളിൽ നിന്ന് നമ്മൾ കേട്ട ഫായദകളും ഇൻഷാ അല്ലാഹ് പറഞ്ഞിട്ടുണ്ട് ഇതിൽ. പിന്നെ ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അമലാക്കാൻ തൗഫീഖ് നൽകട്ടെ. സംസാരത്തിൽ തെറ്റുകുറ്റങ്ങളും ദീനിൽ അറിവില്ലാതെ എന്തെങ്കിലും സംസാരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു പുറത്തു തരട്ടെ ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതുപോലത്തെ വിഷയങ്ങൾ ഫിത്നകളും ബാധിച്ചിട്ടുള്ളത് അവരങ്ങനെ ബാധിച്ചിട്ടുള്ളവർ കേൾക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, പരിഹാരം എന്ത് എന്ന് ചിന്തിക്കുമ്പോൾ സത്യം ഒന്ന് നമ്മൾ സബുർ ചെയ്യുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം നമുക്ക് ബാധിച്ചിട്ടുള്ള പരീക്ഷണം വലിയൊരു ഹത്തീറായിട്ടുള്ള അപകടം പിടിച്ചോ, എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത്രത്തോളം പരീക്ഷിച്ച് ആ പരീക്ഷണത്തിൽ നമ്മൾ വിജയിച്ചാൽ നമുക്ക് വല്ലാത്തൊരു വിജയമായിരിക്കും. കാരണം ഇത് അങ്ങനെ പെട്ടെന്ന് എല്ലാവർക്കും പിടിച്ചു നിൽക്കാൻ പറ്റിയൊരിതല്ല. അതിൽ നീ ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ നിനക്ക് അള്ളാഹു റഹ്മത്ത് നൽകിയിട്ടുണ്ടാവും, അല്ലാതെ നിനക്ക് അതിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. ഇതുപോലെ ശുഭത്തുകൾ കിട്ടിയിട്ട് നീ അമലുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നീ വലിയ റാഹത്തിലാണ്. പിന്നെ ദുആ ചെയ്യുക, ശക്തമായ ദുആ ചെയ്യുക. പിന്നെ അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്, ആ ദുആകളും റബ്ബനാ ലാ തുസിഗ ഖുലൂബന തുടങ്ങിയ ദുആകളൊക്കെ വർദ്ധിപ്പിക്കുക, സൽക്കർമ്മങ്ങൾ വർദ്ധിക്കുക. സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുമ്പോഴേക്കും നമ്മുടെ കൽബിന് തന്നെ തെറ്റിപ്പോയ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അത് പോകും കൽബിന്ന് ഇൻഷാ അല്ലാഹ്. ജസാക്കല്ലാഹു ഖൈറൻ.